രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് ജയിലിൽ കിടക്കുന്നത്. ഇപ്പൊ മൂന്നാമതൊരാണ് ഇന്നലെ വിജയകുമാർ, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ CPMന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പൊ മൂന്ന് പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിൽ പോയി. മന്ത്രി ഇതൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഈ കാര്യങ്ങൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെ പറ്റി മന്ത്രിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? അപ്പോൾ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണം. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ആദ്യം പറഞ്ഞ എന്താ? ഞങ്ങൾ ആദ്യം പറഞ്ഞ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വേണം. പക്ഷെ കോടതി SIT നിയോഗിച്ചു. SIT അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കതിൽ പരാതി ഉണ്ടായില്ല. ഇപ്പോഴും പരാതിയില്ല. പക്ഷേ ഇതിന് രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും CBI അന്വേഷിക്കണമെന്ന് പറയില്ലേ? അതിൻ്റെ അർത്ഥം SITയുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നുള്ളതല്ല. SIT മാത്രം വിചാരിച്ചാൽ ഇന്റർനാഷണൽ റെമിഫിക്കേഷൻസ് ഉള്ള ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ്, അല്ലാണ്ട് P. രാജീവ് പറയുന്ന പോലെ അല്ല. അത് മന്ത്രി P. രാജീവ് പറഞ്ഞത് പ്രതിപക്ഷത്തെ കളിയാക്കുകയാണ്. അദ്ദേഹം പ്രതിപക്ഷത്തെ കളിയാക്കുന്നതിന് മുമ്പ് ജയിലിൽ കിടക്കുന്ന 3 CPM നേതാക്കന്മാരെ പറ്റി വേണം പറയാൻ. അത് അദ്ദേഹം ഇടുന്നില്ലല്ലോ. ഞങ്ങളിപ്പോൾ CBI അന്വേഷണം ഇപ്പോഴെല്ലാം നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഈ കേസുമായി കണ്ണികൾ വിദേശത്തുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കണ്ണികൾ സംസ്ഥാനത്തിന് പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. ഇപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു 2 മണിക്കൂർ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുന്നു. പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണെന്ന് വന്നിരിക്കുന്നു. ഇനിയും ഇതുമായി ബന്ധമുള്ള വൻ സ്രാവുകൾ വലയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയ്യപ്പനോട് കളിച്ചാൽ ആർക്കും രക്ഷയില്ല എന്ന് മനസ്സിലായിക്കോണം. കളി ഏതായാലും അയ്യപ്പനോട് വേണ്ട എന്നാണ് ഇത് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇക്കാര്യത്തില് ഇപ്പോൾ പ്രതിപക്ഷത്തിനെ കളിയാക്കുന്നു എന്നതിനപ്പുറം സ്വാഭാവികമായിട്ട് ഈ 3 നേതാക്കൾക്കെതിരായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ ഇതുവരെ CBI സ്വീകരിച്ചിട്ടില്ല. അതിനെങ്ങനെയാണ് കാണുന്നത്? ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു കേട്ടില്ലേ, വലിയ ഹെഡിങ് വരും അതുകൊണ്ട് ചെയ്തില്ല എന്ന്. അപ്പൊ ഹെഡിങ്ങിനെ ഭയപ്പെട്ടാണോ CPM തീരുമാനം എടുക്കാൻ മടിക്കുന്നത്? പത്രത്തിൽ വരുന്ന ഹെഡിങ് വരും, പത്രത്തിൽ ഹെഡിങ് വരും. സ്വർണ്ണക്കൊള്ളയിൽ CPM ആ നടപടി എടുത്തു എന്ന് വരുമെന്ന് പേടിച്ചാണ് എടുക്കാത്തത്. ജനങ്ങളെ പേടിയില്ലാത്ത പാർട്ടിയാണ് CPM. എന്നിട്ടാണോ പത്രക്കാരുടെ ഹെഡിങ്ങിനെ ഭയപ്പെടുന്നത്? ഇതെല്ലാം ആളുകളെ കളിപ്പിക്കുകയല്ലേ. ഈ കൊള്ളയ്ക്കകത്ത് സർക്കാരിലെ ഉന്നതന്മാർക്ക് പങ്കുണ്ട്. ആ പാർട്ടിക്കാർ മുഴുവൻ ജയിലിൽ പോകുന്നു. ഓരോരുത്തരായിട്ട് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇപ്പൊ ജയിലിലേക്കുള്ള യാത്രയാണ് ഇവര്. ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിലിലേക്ക്. എന്നിട്ട് ഈ CPM നേതാക്കന്മാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഈ പാർട്ടി സെക്രട്ടറിയെ പറ്റി ഓർത്ത് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഞങ്ങൾക്ക് സഹതാപമാണുള്ളത്. ഇപ്പോൾ ശനിയാഴ്ചയാണ് ചോദ്യം ചെയ്തെന്ന് പറയുന്നത്. ഭയങ്കര രഹസ്യമായിരുന്നു ചോദ്യം ചെയ്തത്. അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിലേക്ക് ആവശ്യമുണ്ട്. കുറച്ചുകൂടി സുതാര്യത ഈ വിഷയത്തിൽ വേണം തോന്നുന്നു. അത് നിങ്ങൾ അവരോട് ചോദിക്കണം. ഏതായാലും SITക്ക് പത്രക്കാരോട് പറയാൻ പറ്റുമോ ചോദ്യം ചെയ്യുന്നു? അവർക്ക് പറയാൻ കഴിയില്ല. അത് ചോദ്യം ചെയ്യുന്ന ആള് പറഞ്ഞാലേ അല്ലെങ്കിൽ നിങ്ങളെ വിവരം അറിയൂ. ഏതായാലും ഇപ്പൊ പുറത്തു വന്നല്ലോ. ഇതൊന്നും ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. സത്യത്തെ സ്വർണ്ണപ്പാളി കൊണ്ട് മൂടിയാലും ആ സത്യം പുറത്തു വരും. അതാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കുറച്ച് ചോദ്യങ്ങൾ, എന്തൊക്കെയോ സംശയങ്ങൾ വന്നു, അത് അവർ വന്ന് ചോദിച്ചു. ചോദ്യം ചെയ്തതല്ല. അല്ല, എല്ലാവരോടും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് വാസുവിനോടും ആദ്യം ചോദിച്ചത് അത് തന്നെയായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ പത്മകുമാരോടും ചോദിച്ചത്. ആ ചോദ്യമല്ലേ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ശേഷം SIT പരിശോധിക്കും, വീണ്ടും ചോദ്യം ചെയ്യണേ വിളിക്കും. അതൊക്കെയല്ലേ അതിന്റെ നടപടിക്രമങ്ങൾ. സംശയങ്ങൾ ദൂരീകരിക്കാനൊന്നും അല്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ അവർ വിളിക്കും. കടുത്ത വിമർശനമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്. മന്ത്രി അറിയാതെ കാര്യങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥ ഉത്തരവാദി മന്ത്രി തന്നെയാണ്. അന്നത്തെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്.
അങ്ങനെ രാഷ്ട്രീയ നിര ഒന്നൊന്നായി ഘോഷയാത്രയായി ജയിലിലേക്ക് ഭരണപക്ഷത്ത് നിന്നും പോകുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്.